അവിടെ നോക്ക്, ഒരു പശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈ മേഘത്തിനെ കണ്ടാൽ കഴുതക്കാതുള്ള ഒരു മടയനെ പോലെയാണ് തോന്നുന്നത്. ഒരു മടയനെ കാണാൻ കഴിയൂ. ഹണി, നിനക്ക് വേറെ എന്തെല്ലാം കാണാൻ പറ്റും? എനിക്ക് അവിടെ ഒരു ചീറ്റപ്പുലിയെ കാണാൻ കഴിയുന്നുണ്ട്. ചീറ്റപ്പുലിയോ? ഞങ്ങൾക്ക് ചീറ്റപ്പുലി പോലുള്ള മേഘങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ചീറ്റപ്പുലി പോലെയല്ല, ചീറ്റപ്പുലി തന്നെയാണ് കാണുന്നത്. ചീറ്റപ്പുലി അതിനി വരില്ല. അതിനത് ഇവിടുന്ന് പോയാലല്ലേ അത് വീണ്ടും തിരിച്ചിവിടെ വരാൻ. ചീറ്റപ്പുലി ചേച്ചി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്റെ ജീവിതം നാശമായി പോയി. എന്റെ വീടും പറമ്പുമെല്ലാം എന്റെ കൈ വിട്ടു പോയി. മതി മതി, കരയണ്ട. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇതെന്താ? എനിക്കിത് എന്ത് പറ്റി? നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയത് മുഴുവനും ഞങ്ങളുടെ ആ സോഫയ്ക്കാണ്. ആദ്യം നിങ്ങൾ ഈ കരയുന്ന ഒന്ന് നിർത്ത്. എന്തെങ്കിലും കഴിക്കാൻ വേണോ? പക്ഷെ ഞാൻ എന്ത് കഴിക്കാനാ? ഞങ്ങളെ ഒഴിച്ച് എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. ഞാൻ പോയി ഐസ്ക്രീം എടുത്തോണ്ട് വരാം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ക്രീം എന്ന് പറഞ്ഞാൽ മധുരം. മധുരമുള്ള മഞ്ഞ്. കേൾക്കുമ്പോൾ തന്നെ വളരെ നന്നായിരിക്കുന്നു. കഴിക്കാനും നന്നായിരിക്കേണ്ട ചേച്ചി, അല്ലേ കൊച്ചളിയ? നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരൂ, ഇല്ലെങ്കിൽ ഇവിടെയുള്ളതെല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ജീവിതം എപ്പോഴും നശിച്ചു പോയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇരിക്കണമെങ്കിൽ എവിടെ ഇരിക്കും? പോകണമെങ്കിൽ എങ്ങോട്ട് പോകും? ഇതിനെ താഴെ ഇറക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് മധുരമഞ്ഞ്. ആഹാ, ഇതാണ് മധുരമുള്ള മഞ്ഞ്. ആ, പക്ഷെ ഇതിനെ ലിവിംഗ് റൂമിൽ വെച്ച് വേണം കഴിക്കാൻ. ഇത് വളരെ നന്നായിരിക്കുന്നു. കാട്ടിൽ ഇതുപോലത്തെ സാധനം എവിടെയും കിട്ടില്ല. വേണമെങ്കിൽ ഇത് കാട്ടിലേക്ക് കൊണ്ടുപോക്കോളൂ, ബാക്കി അവിടെ വെച്ച് കഴിച്ചോളൂ. പക്ഷെ ഞാൻ ഇനി ഒരിക്കലും കാട്ടിലേക്ക് പോകാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ എന്തിനാ? ഇവിടുള്ള സാധനങ്ങൾക്കെല്ലാം എന്ത് ഭംഗിയാണ്. ഇതുപോലത്തെ ഒരു സാധനം പോലും അവിടെ ഇല്ല. മാത്രമല്ല അവിടെ മധുരമുള്ള മഞ്ഞും കിട്ടില്ല. ആഹാ ആഹാ, അപ്പോൾ നമ്മൾ ഇനി എപ്പോഴും കൂടി തന്നെ ജീവിക്കണം അല്ലേ? സംശയമുണ്ടോ? മേഡം വരുന്നതിന് മുമ്പ് ഇതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അല്ലെങ്കിൽ ഇവിടെ മുഴുവനും ഇത് തവിട് പൊടിയാക്കി കളയും. ആ, എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇവിടെ എത്ര ചൂടാണ്. നിങ്ങൾക്ക് ആർക്കും ചൂട് അനുഭവപ്പെടുന്നില്ലേ? ഞങ്ങൾക്ക് എപ്പോഴൊക്കെ ചൂട് അനുഭവപ്പെടുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾ AC ഓൺ ചെയ്യും. ഇങ്ങനെ ഇത് കൊള്ളാലോ. ഇനി ഞാൻ ഒരിക്കലും കാട്ടിലേക്ക് മടങ്ങില്ല. ഇത്ര മനോഹരമായ തണുപ്പുള്ള കാറ്റ്. ഇത് വീണ്ടും എന്തെങ്കിലും പുതിയ തീരുമാനം എടുക്കുന്നതിന് മുൻപേ നമ്മൾ ഉടനെ തന്നെ ഇതിനെ കാട്ടിലേക്ക് അയക്കണം. ലെപ്പർഡ് ചേച്ചി, നിങ്ങൾ എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് പോയേ പറ്റൂ. ഇവിടുത്തെ ജീവിതവുമായിട്ട് നിങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടില്ല. ഞാൻ കാട്ടിൽ പോവുകയാണെങ്കിൽ ആ ശേഷയുടെ അടുത്തുനിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ശേഷ ആരാണ്? അതാ കാടിന്റെ രാജാവാണ്. അയാൾ എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല. അയാൾ എന്റെ വീടും പറമ്പും എല്ലാം എന്നിൽ നിന്ന് പിടിച്ചെടുത്തു. ചേച്ചി, ഞങ്ങളും നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക് വരാം. ഞങ്ങൾ ശേഷയെ പറഞ്ഞു മനസ്സിലാക്കാം. നമ്മൾ എത്ര ചോദിച്ചാലും അവൻ സമ്മതിക്കില്ല. നിങ്ങൾ വെറുതെ പേടിക്കേണ്ട ചേച്ചി, ഞങ്ങൾ ഇതുപോലത്തെ രാജാക്കന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ അപ്പോഴും അങ്ങനെ സമ്മതിച്ചില്ലെങ്കിലോ? ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഞങ്ങൾ ഇതിനേക്കാളും വലിയ ആൾക്കാർക്ക് ഗോപി വരച്ചിട്ടുണ്ട്. പിന്നെ അല്ലേ ഈ സാധാരണ ശേഷ. സംശയമുണ്ടോ? എനിക്കല്പം വിശ്വാസം നിന്നോട് ഇല്ലാതെയില്ല. പക്ഷെ നിനക്കെന്താ, നീ അങ്ങനെ പറന്നു പോകും. ശേർഷയുടെ കയ്യിൽ കിട്ടുന്നത് ചേച്ചി ടെൻഷൻ അടിക്കാതെ, ഞാനിവിടെ ഇല്ലേ? ശരി, ഒരു പക്ഷെ
അങ്ങേര് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കും. ആ ശരി ശരി, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. അവൻ ഇവിടെ എവിടെയാണ്? എനിക്ക് മനസ്സിൽ വല്ലാതെ പേടി തോന്നുന്നു. ചേച്ചി പേടിക്കണ്ട, കേറി വരുവാണെങ്കിൽ നിങ്ങളെക്കാളും മുമ്പേ ഞങ്ങളായിരിക്കും ഓടുന്നത്. ഹണി പറഞ്ഞു വന്നത് എല്ലാരെക്കാളും മുന്നേ അയാളെ ഫേസ് ചെയ്യുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾക്ക് ശേഷിയെ പറ്റി അറിയില്ല. അവൻ വല്ലാത്ത അപകടകാരിയാണ്. ഞങ്ങൾ അയാളെക്കാളും വലിയ അപകടകാരികളെ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കരടി വാസു എന്ന പേര് കേട്ടിട്ടുണ്ടോ? ബെൽറ്റ് മത്തായി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അട്ടപ്പാറയെ കുലുക്കിയെടുത്ത കുട്ടൻപിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവരെല്ലാം കൊന്നത് നിങ്ങളാണോ? ഇല്ല, ഞങ്ങൾ ഇവരുടെയൊക്കെ പേര് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞങ്ങളെ പോലെ കാട്ടിലുള്ളവർക്കും ഈ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന്. സിംഹച്ചേട്ടാ, ഞാൻ നിന്റെ ചേട്ടനൊന്നുമല്ല. പറഞ്ഞു വന്ന ഞാൻ നിന്റെ അച്ഛന്റെ അച്ഛനാടാ. എന്റെ പേര് ഷേർഷാ, മനസ്സിലായടാ? അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അപ്പൂപ്പനാണല്ലേ? കൊച്ചളിയാ, ഇത് നമ്മുടെ അപ്പൂപ്പനാണെന്നാ പറയുന്നേ. ഞാൻ ഒരുത്തന്റെയും അപ്പൂപ്പനൊന്നുമല്ല. ശേഷാജി സാറേ, ഈ ചീറ്റപ്പുലി ചേച്ചിയെ എന്തുകൊണ്ടാ ഈ കാട്ടിൽ താമസിപ്പിക്കാത്തത്? അപ്പൊ നിങ്ങളെ ആ കാട്ടുപൂച്ച അയച്ചതാണല്ലേ? എനിക്ക് കാട്ടുപൂച്ചകളെ ഒട്ടും ഇഷ്ടമല്ല. ഓ, ആദ്യം നിങ്ങൾ ഈ കരയുന്ന ഒന്ന് നിർത്ത്. എന്തെങ്കിലും കഴിക്കാൻ വേണോ? അത്ര പാവമാണെങ്കിൽ അതിനെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ. ഈ കാട്ടിൽ അതിനൊരു സ്ഥാനവുമില്ല. അതിന് അവിടെ ഒരു സ്ഥാനമില്ല. ഇവൻ വീണ്ടും എണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയമുണ്ടോ? അപ്പൂപ്പൻ ഐസിലിട്ട പോലെ ആയല്ലോ. എന്റെ കഴുത്ത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാട്ടുപൂച്ചകളെ ഇഷ്ടമല്ലാന്ന്. ഹണി, അതിനെ നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. കൊച്ചളിയാ, നമ്മൾ എന്തിനാ വെറുതെ ഇപ്പോഴും ഓടുന്നത്? എന്താണെന്നോ, ആ ശേഷം നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഇല്ല കൊച്ചളിയാ, ശേർഷ ഇപ്പൊ നമ്മുടെ പുറകിലൊന്നും അല്ല. ശേർഷ ഇപ്പൊ മുകളിലാണ്. എന്റെ ദൈവമേ, ഇത് വേട്ടക്കാരാണല്ലോ. നമുക്ക് ശേക്ഷായെ അവരിൽ നിന്ന് രക്ഷിക്കണം. പക്ഷെ എങ്ങനെയാ രക്ഷിക്കാ കൊച്ചളിയാ? ചേച്ചി മരത്തിൽ കയറിയിട്ട് ആ കാണുന്ന വലയങ്ങ് മുറിച്ചു കളയൂ. അതുവരെ ഞങ്ങൾ വേട്ടക്കാരെ ഒരു കൈ നോക്കാം. വരൂ.
നന്ദി സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടേനെ. നിങ്ങളെ രക്ഷിച്ചത് ചീറ്റപ്പുലി ചേച്ചിയാണ്. അവരാണ് ആ വല മുറിച്ചത്. ഇനി അവരെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ലേ? തീർച്ചയായും തീർച്ചയായും. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാട്ടിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന്. നന്നായി, ചീറ്റപ്പുലി ചേച്ചി പോയി. അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനവും ബാക്കി കാണില്ലായിരുന്നു. ആ അതിനുശേഷം നമ്മളും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. അതെന്തൊരു ശബ്ദമാണ്? ഞാൻ കേട്ടു ഇവിടെ മധുരമഞ്ഞ് കിട്ടുമെന്ന്.